ഹലോ എക്സാൻവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരുപാട് വീഡിയോസിലൂടെയും മറ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എങ്ങനെ നന്നായി പഠിക്കാൻ പറ്റും, എങ്ങനെ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റും എന്നൊക്കെ നിരവധി വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള, ഏറ്റവും അധികം നമുക്ക് ഉപയോഗപ്രദമാകുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ദാറ്റ്സ് വേർ ഐ ഇൻട്രൊഡ്യൂസ് യു ദ ഫെയ്ൻമാൻ ടെക്നിക്. എങ്ങനെയാണ് ഒരു കാര്യം എളുപ്പത്തിൽ ലേൺ ചെയ്യാൻ പറ്റുക? ഹൗ ടു ലേൺ എനിത്തിങ് ഫാസ്റ്റർ. എന്താ ഈ ഫെയ്ൻമാൻ ടെക്നിക് എന്നുള്ള കാര്യം നമുക്ക് മെല്ലെ പറഞ്ഞുകൊണ്ടുവരാം. ഓക്കെ, നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും, നമ്മളൊരു കാര്യം എഫേർട്ട് ഇട്ട് നമ്മൾ പഠിച്ചു, നമ്മൾ കാണാതെ പഠിച്ച് അതിൻ്റെ ഒക്കെ എല്ലാ ടേംസും ടെർമിനോളജീസും ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഒരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ അത് ഇതിനെ പറ്റിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലായില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ഒരുപാട് കാണുന്ന ഒരു ഇഷ്യൂ ആണ്. സോ ഹാവ് യു എവർ അണ്ടർസ്റ്റുഡ് സംതിങ് ഇൻ ക്ലാസ്? നമ്മളൊരു ക്ലാസ്സിൽ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് പിന്നെ ഒരു എക്സ്പ്ലനേഷന്റെ സമയത്തോ അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യുന്ന സമയത്തോ ബ്ലാങ്ക് ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് വേർ വി കോൾ ദ ഇല്യൂഷൻ ഓഫ് കോമ്പിറ്റൻസ്. നമ്മളൊരു കാര്യം റെക്കഗ്നൈസ് ചെയ്യുന്നു എന്നതിന്റെ അർത്ഥം നമ്മൾ അതിനെ മനസ്സിലാക്കി എന്നല്ല. ഒരു കാര്യം നമുക്ക് വേർതിരിച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു എബിലിറ്റി വേറെയാണ്. നമ്മൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, അതിനെ മനസ്സിലാക്കി എന്ന് പറയുന്നത് രണ്ടാമത്തൊന്നാണ്. ഇത് രണ്ടാണ്. സോ ഈ ഗ്യാപ്പിനെ എങ്ങനെ ഫിക്സ് ചെയ്യുന്നുള്ളിടത്താണ് ഫെയ്ൻമാൻ ടെക്നിക്ക് വർക്ക് ചെയ്യാൻ പോകുന്നത്. സോ ആരാണ് റിച്ചാർഡ് ഫെയ്ൻമാൻ? റിച്ചാർഡ് ഫെയ്ൻമാൻ എന്ന് പറയുന്നത് നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള ഒരു തിയററ്റിക്കൽ ഫിസിസ്റ്റ് ആണ്. അദ്ദേഹം ക്വാണ്ടം ഫിസിക്സിലും മറ്റൊക്കെയാണ് അദ്ദേഹത്തിന്റെ റിസർച്ചും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സോ ഹീസ് എ ജീനിയസ്. അദ്ദേഹം 1965 നോബൽ പ്രൈസ് വിൻ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹം ഭയങ്കര സിംപിളർ ആയിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ മിടുക്കനായിരുന്നു എന്നുള്ളതാണ്. ആ കാര്യത്തിൽ അദ്ദേഹത്തിനെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, പുകഴ്ത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലാസ്സസ് ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഓൾസോ അദ്ദേഹം ഒരു തിങ്കിങ് ടൂൾ ആയിട്ടാണ്, നമ്മളൊരു മെമ്മറി ട്രിക്ക് ആയിട്ട് കുറെ കാര്യങ്ങൾ ഓർത്തു വെക്കല്ലേ, നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ പറ്റി ആലോചിക്കേണ്ടത്, ചിന്തിക്കേണ്ടത് എന്നുള്ള ഫ്രെയിം വർക്കുകൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും മറ്റൊക്കെ വളരെയധികം പ്രസിദ്ധി ആർജിച്ച ഒരാളാണ്. ഇദ്ദേഹത്തിന്റെ ടെക്നിക്കിനെയാണ് നമ്മൾ പിന്നീട് ഫെയ്ൻമാൻ ടെക്നിക്ക് എന്ന പേരിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഫെയ്ൻമാൻ ടെക്നിക്കിന്റെ അടിസ്ഥാന ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സിമ്പിൾ. ഇഫ് യു കാൻഡ് എക്സ്പ്ലെയിൻ സംതിങ് ഇൻ സിംപ്ലർ ടേംസ് then you have not understood it. നമുക്കൊരു കാര്യം വളരെ സിമ്പിൾ ആയിക്കൊണ്ട് ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് ആ കാര്യം മനസ്സിലായിട്ടില്ല. എത്രത്തോളം സിംപ്ലർ ആണ് നമ്മുടെ എക്സ്പ്ലനേഷൻ, അത്രത്തോളം നമുക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഫെയ്ൻമാൻ ടെക്നിക്കിന്റെ റൂള്. നമ്മുടെ എക്സ്പ്ലനേഷൻസിൽ കോംപ്ലക്സിറ്റി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, നമുക്ക് അവിടെ മനസ്സിലാവാത്ത എന്തോ ഉണ്ട്. സോ കോംപ്ലക്സിറ്റി ഹൈഡ്സ് ഗ്യാപ്സ്. അതിനാണ് നമ്മൾ കോംപ്ലക്സിറ്റി ഉപയോഗിക്കുന്നത്. ബട്ട് നമ്മൾ സിംപ്ലർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താലോ ഈ ഗ്യാപ്പുകളൊക്കെ വെളിവാവാൻ തുടങ്ങും, നമുക്കത് മനസ്സിലായിട്ടില്ല, അത് തിരിയാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കും. മറ്റേ നമ്മളൊരു മെമ്മറൈസിങ് ലെവലിലാണ് ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അതിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു, അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷെ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ള ടേംസ് ആണ് ഉപയോഗിക്കുക എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നില്ല. കാരണം നമ്മൾ അതിനെ സിംപ്ലറായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല. പക്ഷെ ഇവിടെ ഫെയ്ൻമാൻ ടെക്നിക്കിൽ നിങ്ങളോട് അതിനെ സിംപ്ലറായി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പറയും. അപ്പോ നിങ്ങൾക്ക് ഗ്യാപ്പ് വരും, നിങ്ങൾ അതിനെ റിഫൈൻ ചെയ്യേണ്ടി വരും. സോ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് ഇനിയും ഡീപ്പ് ആവേണ്ടി വരും. സോ ഏത് കുട്ടികളെയും ജീനിയസ് ആക്കി മാറ്റാൻ പോകുന്ന ഈ ഫെയ്ൻമാൻ ടെക്നിക്ക് എങ്ങനെ നിങ്ങളുടെ പഠനത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു 4 സ്റ്റെപ്സിലൂടെ നമ്മൾ പോകുന്നു. നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. സോ ഇതാരും മിസ്സാക്കരുത്. സോ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ചൂസ് എ കോൺസെപ്റ്റ് ആൻഡ് ടീച്ച് ഇറ്റ് ടു എ ചൈൽഡ്. അതായത് നിങ്ങളൊരു കൺസെപ്റ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ അത് പഠിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതൊരു കുട്ടിക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഇനി കുട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ സിംപ്ലറായി എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനെന്താ നമ്മൾ ചെയ്യുന്നത്? ആദ്യം നമ്മളൊരു കൺസെപ്റ്റ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഒരു പേജ് എടുത്ത് ഒരു കൺസെപ്റ്റ് ചൂസ് ചെയ്ത് ഒരു കുട്ടിക്ക് നമ്മളെ പറഞ്ഞു കൊടുക്കുമ്പോൾ എങ്ങനെയൊക്കെ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. എങ്ങനെ ഒരു കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഇത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിന്റെ ഒരു ഐഡിയ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതൊരു പേപ്പറിൽ ചെയ്യുമ്പോൾ അതൊന്നുകൂടി വിസിബിൾ ആണ്, നമ്മളിങ്ങനെ മൈൻഡിൽ എന്ത് ചെയ്യണ്ട, കൊണ്ടുപോകണ്ട എന്നുള്ളതാണ്. മാത്രമല്ല അത് യൂസ് ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് മനസ്സിലാവാത്ത, ഒരു 5ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 4ലോ ഒക്കെ പഠിക്കുന്ന ആ കുട്ടിക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള ടേംസുകളൊക്കെ എന്ത് ചെയ്യുക, അതിന് മാറ്റി നിർത്താം. ഓക്കെ, എന്നിട്ട് വളരെ സിംപ്ലർ ആയിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ പേപ്പറിൽ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഈ പേപ്പറിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സംസാരിക്കുക, നിങ്ങളൊരു കുട്ടിയോടെന്ന പോലെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ദ ഗ്യാപ്സ് ഇൻ യുവർ എക്സ്പ്ലനേഷൻ. ആ എക്സ്പ്ലനേഷനിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും തടസ്സം അനുഭവപ്പെടുന്നുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടിയിരുന്നു, നിങ്ങളുടെ ടെക്സ്ച്വൽ ആയിട്ടുള്ള
ഒരു കോംപ്ലക്സ് ജാർഗൺസിലേക്ക് ടേംസിലേക്ക് തന്നെ മടങ്ങിപ്പോവേണ്ടി വരുന്നുണ്ടോ, ആ കുട്ടിക്ക് മനസ്സിലാവാത്ത ഭാഷകൾ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് അവിടെ എന്തുണ്ട്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നിടത്ത് ഒരു ഗ്യാപ്പ് സംഭവിച്ചിട്ടുള്ള കാര്യം വ്യക്തമാവാണ്. സോ ആ ഗ്യാപ്പുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യാം. എവിടെയാണ് നമുക്ക് ഒരു ഹെസിറ്റേഷൻ വന്നിട്ടുള്ളത്, നമുക്ക് അൺപാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ടേം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ എക്സ്പ്ലനേഷൻ മുന്നോട്ട് കൊണ്ടുപോയത് എവിടെയാണ്. അതുപോലെ തന്നെ ആ ഗ്യാപ്പുകൾ, ആ ടേമുകൾ എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മളെ സോഴ്സുകളിലേക്ക് നമ്മൾ വീണ്ടും പിന്നോട്ട് സഞ്ചരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിത് ഐഡന്റിഫൈ ചെയ്തു, ഇനി എന്ത് ചെയ്യണം, അതിനെ ഫില്ല് ചെയ്യണം. ഓക്കെ, നമ്മൾ അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുക, അതിന് പല എക്സാമ്പിളുകൾ കൊണ്ടുവരിക, അനലജീസ് കൊണ്ടുവരിക. ഓക്കെ, ഇത്തരത്തിൽ അതിനെ സിംപ്ലർ ആക്കുക എന്നുള്ള ഒരു ഐഡിയ ആണ് ഇതിന്റെ ഒരു തേർഡ് സ്റ്റെപ്പ്. അപ്പൊ അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, വാട്ട് ഈസ് ദിസ് ഐഡിയ ലൈക്ക്, ഈ ഐഡിയനെ പിന്നെ സിമിലർ ആയിട്ടുള്ള മറ്റൊരു ഐഡിയ ബന്ധപ്പെടുത്താനുണ്ടോ, ഇത്തരത്തിലൊക്കെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് എന്ത് ചെയ്യുക, ഡെഫിനിഷൻസിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എവരിഡേ ലൈഫ് കമ്പാരിസണിലൊക്കെ പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് തോന്നുകയാണ് യെസ് ഇതൊരു സിംപ്ലർ വേർഷൻ ആണ്, ഇതിന്റെ ഐഡിയ ഡെലിവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സോ ദാറ്റ്സ് യുവർ പോയിന്റ്. സോ ഇങ്ങനെ നിങ്ങൾ അതിനെ സിംപ്ലർ ആക്കി, നിങ്ങൾ മുന്നത്തെ വേർഷൻ വീണ്ടും സിംപ്ലർ ആക്കിയ ശേഷം വീണ്ടും അതിനെന്ത് ചെയ്യുക, റിവ്യൂ ചെയ്യുക, റിഫൈൻ ചെയ്യുക. അതിന് ഒരു സ്റ്റോറി ആയിക്കൊണ്ട് നിങ്ങളെക്കാട്ടിലും ആ വിഷയത്തിൽ അറിവ് കുറവുള്ള ഒരാൾക്ക് വളരെ സിംപ്ലറായി ഫസ്റ്റ് എക്സ്പ്ലനേഷൻ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു നറേഷൻ ആക്കി അതിനെ മാറ്റുക എന്നുള്ളതാണ്. സോ ഈ വീക്ക് സ്പോട്ടുകൾ കണ്ടുപിടിക്കുക, ഒരു പറ്റുകയാണെങ്കിൽ അതൊരു ആക്ച്വൽ പേഴ്സൺ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരാളെ ഐഡന്റിഫൈ ചെയ്യുക. നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യപ്പെടുന്ന, മേ ബി നിങ്ങളുടെ ഫ്രണ്ട് സർക്കിൾ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവാൻ പറ്റാത്ത ഒരാളായിരിക്കും, അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഒരു ഇമാജിനറി ഒരു സ്റ്റുഡൻസിന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. കുറെ കുട്ടികൾ എൻ്റെ മുമ്പ് ഇരിക്കുന്നുണ്ട്, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇത്തരത്തിൽ എന്ത് ചെയ്യുക, നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു ആക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കത് വളരെ സിമ്പിളായി, നമുക്ക് തന്നെ ഇതിനെ പറ്റി ഒരാൾ ചോദിക്കുമ്പോൾ നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ വരെ നമ്മൾ ഇതിനെ എത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ കോൺസെപ്റ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നുള്ളതാണ്. സോ ഇതുവരെ പറഞ്ഞ സ്റ്റെപ്പുകൾ ഒരു ക്വിക്ക് റീക്യാപ്പ് ആണ്. ടീച്ച് ഇറ്റ് സിംപ്ലി, ഗ്യാപ്പ് എവിടെയെന്ന് മനസ്സിലാക്കുന്നു, ആ ഗ്യാപ്പിന് നമ്മൾ അനലൈസ് കൊണ്ടുവരുന്നു, നമ്മൾ അതിനെ കൂടുതൽ സിംപ്ലിഫയർ ആക്കുന്നു, നമ്മൾ അതിനെ റിവ്യൂ ചെയ്യുന്നു, റിഫൈൻ ചെയ്യുന്നു. സോ ദാറ്റ്സ്. ഇനി ഒരു എക്സാമ്പിളോട് കൂടിയിട്ട് എന്ത് ചെയ്യുക, ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇതിൽ ഇൻസ്റ്റാഗ്രാമിലും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബിലും ഇത് ബേസ് ചെയ്തിട്ട് ഒരു റീൽ പോയിരുന്നു, ഫെയ്ൻമാൻ ടെക്നിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞൊരു സംഭവമാണ് പാസ്കൽസ് ലോ. പാസ്കൽസ് ലോ എന്തെന്നുള്ളത് നമ്മൾ അവിടെ ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരാളോട് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പഠിച്ചതിന് ശേഷം അവനോട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഞാൻ പറഞ്ഞു ഓക്കെ, വളരെ ചെറിയൊരു കുട്ടിയാണ്, 6ൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നീ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പൊ ആൾക്ക് പറ്റുന്നില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ അവിടെ ഒരു സിംപ്ലർ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ട് എന്റെ വെർഷൻ എന്താണെന്ന് ഞാൻ പറയാം. അതിനുശേഷം നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. പാസ്കൽസ് ലോ എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോസ്ഡ് സർഫസിലുള്ള ഒരു ലിക്വിഡ് ആണെങ്കിൽ, അത് റെസ്റ്റിലും ആണെങ്കിൽ, നമ്മൾ അതിലേക്ക് ഒരു പ്രഷറിന് നമ്മൾ ഒരു പോയിന്റിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ആ ലിക്വിഡിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതാണ് പാസ്കൽസ് ലോ. അപ്പൊ ഇതൊരു കുട്ടിയുടെ വെർഷനിലേക്ക് വളരെ ചെറിയൊരു ആൾക്ക് നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇതാണ് നമ്മുടെ ഒരു ഹാക്ക്. ഇവിടെയാണ് ഫെയ്ൻമാൻ ടെക്നിക്ക് വർക്ക് ചെയ്യുന്നത്. ഇതിൽ എന്റെ വെർഷൻ ഓഫ് ഒരു എക്സ്പ്ലനേഷൻ ഇങ്ങനെ ആയിരിക്കും. മോനെ, പാസ്കൽസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മയുടെ ഒരു നിയമമാണ്. കാരണം ഒരു ലിക്വിഡ് ഒരു പ്രതിസന്ധിയിൽ പെട്ടു, അതൊരു ക്ലോസ്ഡ് സർഫസിൽ പെട്ടു, അതിന് എവിടേക്കും പോകാൻ കഴിയുന്നില്ല. അപ്പൊ ഈ ലിക്വിഡിലുള്ള ഓരോ മോളിക്യൂൾസിലും ഓരോ ആൾക്കാരാണെന്ന് കരുതുക. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടിട്ട് ഒരാൾക്ക് അവിടെ ഒരു ഫേവർ കിട്ടിക്കഴിഞ്ഞാൽ, പ്രഷർ എന്ന് പറയുന്ന ഒരു ഫേവർ ആയിട്ട് നമുക്ക് കണക്കൂട്ടാം, ഒരു ഗുണമായിട്ട് കണക്കൂട്ടാം. അത് അയാൾ എന്ത് ചെയ്യില്ല, അയാൾ സ്വയം ഏറ്റെടുക്കില്ല. അത് എന്ത് ചെയ്യും, ആ ക്ലോസ്ഡ് സർഫസിൽ പെട്ടിട്ടുള്ള എല്ലാ മോളിക്യൂൾസിനും ആ ലിക്വിഡിലെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യും, അത് ഒരുപോലെ അത് വിതരണം ചെയ്ത് ഒരു നന്മ ഉണ്ട് എന്ന് പ്രത്യാശ നൽകുന്ന, നന്മ കാണിക്കുന്ന ഒരു ലോ ആണ് പാസ്കൽസ് ലോ. ഒരപ്പം 1000 പേർക്ക് വീതിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ പോലെ ഒരു പ്രഷർ ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ അതിനെ ആ ക്ലോസ്ഡ് സർഫസിലുള്ള എല്ലാവരിലേക്കും ഒരുപോലെ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നന്മയുടെ ഒരു ലോ ആണ് മോനെ പാസ്കൽസ് ലോ എന്നായിരിക്കും എന്റെ വെർഷൻ ഓഫ് എക്സ്പ്ലനേഷൻ. നിങ്ങളുടെ വെർഷൻ ഓഫ് എക്സ്പ്ലനേഷൻ എന്താണെന്ന് കമന്റിൽ അറിയിക്കാൻ മറക്കണ്ട. പിന്നെ അതുപോലെ തന്നെ ലേണിംഗ് സ്മാർട്ടർ ആവാനും ഫാസ്റ്റർ ആവാനും വേണ്ടിയുള്ള ടിപ്സിനും ട്രിക്സിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് കമന്റിൽ അറിയിക്കുക. ബൈ ബൈ.